Factors which decide whether census method or sample survey is suitable. Criteria for choosing sample method or census method. സെൻസസ് മെത്തേഡാണോ സാമ്പിൾ സർവേ മെത്തേഡാണോ കൂടുതൽ സൂട്ടബിൾ എന്ന് കണ്ടുപിടിക്കാനുള്ള ഫാക്ടേഴ്സാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഫസ്റ്റത്തെ പോയിൻ്റാണ് ഫീൽഡ് ഓഫ് എൻക്വയറി. If the area to be covered is large, then census method is impracticable. In such a case, sample method can be adopted so that some selected area from the field of inquiry can be subjected to study. ഫസ്റ്റ് പോയിന്റ് പറയണത് ലാർജ് ഏരിയ ആണെങ്കിൽ സെൻസസ് മെത്തേഡ് ഇംപ്രാക്റ്റിക്കൽ ആയിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സാമ്പിൾ മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കുറച്ച് ഏരിയാസ് സെലക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യും. അടുത്ത സെക്കൻഡ് പോയിൻ്റാണ് പറയണത് അവൈലബിലിറ്റി ഓഫ് എ ടൈം. The time available for the completion of the inquiry is a criteria for deciding which method is to be adopted. Census method is the time consuming while sample service requires less time. ഇതിൽ പറയണത് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാനായി ലഭ്യമായ സമയം അത് ഏത് മെത്തേഡിലാണ് എടുക്കേണ്ടതെന്നാണ്. സെൻസസ് മെത്തേഡിലാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, സാമ്പിൾ സർവേയിലാണെങ്കിൽ ലെസ് ടൈം ആയിരിക്കും. അടുത്തത് തേർഡ് പോയിന്റ് ആണ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് എ ഫിനാൻസ്. സെൻസസ് മെത്തേഡ് ഈസ് എ വെരി എക്സ്പെൻസീവ് വൈൽ സാമ്പിൾ സർവേ ഈസ് ലെസ് കോസ്റ്റ്ലി. ദെർഫോർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മണി അവൈലബിൾ ഫോർ എ സ്പെൻഡിങ് വൺ ക്യാൻ ചൂസ് വൺ ഓഫ് ദ ടു മെത്തേഡ്സ്. സെൻസസ് മെത്തേഡിലാണെങ്കിൽ വെരി എക്സ്പെൻസീവ് ആയിരിക്കും, സാമ്പിൾ സർവേയിലാണെങ്കിൽ ലെസ് കോസ്റ്റ്ലിയും ആയിരിക്കും. മണിയുടെ അവൈലബിലിറ്റി പോലെ ഇരിക്കും ഏത് മെത്തേഡാണ് ചൂസ് ചെയ്ത് എടുക്കണമെന്ന് തീരുമാനിക്കണത്. ഫോർത്ത് പോയിൻ്റാണ് പറയണത് ദ ഡിഗ്രി ഓഫ് എ ആക്യുറസി ഡിസൈഡ് സിൻസ് എവറി ഐറ്റം ഓഫ് ദ യൂണിവേഴ്സ് ഈസ് എക്സാമിൻഡ് ഇൻ എ സെൻസസ് മെത്തേഡ്. ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ആർ റിയലബിൾ ആൻഡ് ആക്യുറേറ്റ്. ഇൻ എ സാമ്പിൾ സർവേ ഓൺലി റെപ്രസെൻറ്റേറ്റീവ് പാർട്ടി സ്റ്റഡീഡ്, സോ റിസൾട്ട് ഒബ്റ്റെയിൻഡ് നീഡ് നോട്ട് ഫുള്ളി കൺവേ ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. ഇൻ കേസസ് വെയർ ഇൻഡിവിജ്വൽ ഇൻഫോർമേഷൻ ആർ നെസസറി, സെൻസസ് മെത്തേഡ് ഈസ് ടു ബി ഫോളോവഡ്. ഇൻഫോർമേഷൻ ആക്യുറസി സെൻസസ് മെത്തേഡിലായിരിക്കും കൂടുതൽ. സാമ്പിൾ സർവേയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ മാത്രം സ്റ്റഡി ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇൻഫോർമേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് സെൻസസ് മെത്തേഡായിരിക്കും കൂടുതൽ സൂട്ടബിൾ മെത്തേഡ്. ഫിഫ്ത്ത് പോയിൻ്റാണ് വെൻ സെൻസസ് മെത്തേഡ് ഫെയിൽ. വെൻ ദ പോപ്പുലേഷൻ ഈസ് ഇൻഫിനിറ്റി ഓർ when a study of a unit of a population destroy that unit or when the population is hypothetical, census method is not a practicable. പോപ്പുലേഷൻ ഇൻഫിനിറ്റി ഓർ ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ സെൻസസ് മെത്തേഡ് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അതാണ് ഈ മെത്തേഡിൽ പറയണത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ. ഇൻ സെൻസസ് മെത്തേഡ് വി കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ഓൾ ദ യൂണിറ്റ് ഓഫ് ദ population, while in a sample survey we collect information only from a representative part of a population. സെൻസസ് മെത്തേഡും സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് പറയണത് സെൻസസ് മെത്തേഡിൽ ഓരോ യൂണിറ്റ്സിലും പോയി ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. സാമ്പിൾ സർവേയിലാണെങ്കിൽ ഒരു പാർട്ട് മാത്രം ഇൻഫോർമേഷൻസ് ആണ് കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യണത്. അടുത്തത് census method of data collection is impossible in a certain situation. Example, when the population is infinity or when the study of an item census destruction of that items etc. But a sample survey is possible in all situations. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻസസ് മെത്തേഡിൽ സർട്ടൻ സിറ്റുവേഷൻസിൽ പോയി ഡാറ്റ കളക്ട് ചെയ്യും. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ സാമ്പിൾ സർവേയിലാണെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും പോയി ഡാറ്റ കളയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. സെൻസസ് മെത്തേഡ് മേക്സ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഐറ്റംസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഹാസ് ദ മെറിറ്റ് ഓഫ് ആക്യുറസി ആൻഡ് adequacy. Errors due to incomplete coverage is also avoided. In a sample service only few individuals are studied and therefore the information obtained has only a representative nature. Hence those information may not be accurate and adequate. ഇൻ സം സിറ്റുവേഷൻസ് പോപ്പുലേഷനിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും, അതുകൊണ്ട് സെൻസസ് മെത്തേഡിൽ ആക്യുറേറ്റ് ആയിരിക്കും. ബട്ട് സാമ്പിൾ മെത്തേഡിലാണെങ്കിൽ ഒരു പാർട്ട് ഓഫ് പോപ്പുലേഷനിൽ നിന്നാണ് മാത്രമാണ് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണത്, അതുകൊണ്ട് ആക്യുറസി കുറവായിരിക്കും. സെൻസസ് മെത്തേഡ് ഈസ് മീൻ ടു ബി സ്റ്റഡി ദ പോപ്പുലേഷൻ വൈൽ സാമ്പിൾ സർവേ ഈസ് എ മെത്തേഡ് ഫോർ ഡ്രോയിങ് കൺക്ലൂഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. സെൻസസ് മെത്തേഡിൽ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യാനുള്ളതും സാമ്പിൾ സർവേയിൽ കൺക്ലൂഷൻസ് ഒക്കെ ഡ്രോ ചെയ്യാനുമുള്ളതുമാണ്. അടുത്തത് പറയുന്നത് സെൻസസ് മെത്തേഡ് ഈസ് എ യൂഷ്വലി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി വൈൽ സാമ്പിൾ സർവേ ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്. സെൻസസ് മെത്തേഡിലാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കോസ്റ്റ്ലിയും ആയിരിക്കും. സാമ്പിൾ സർവേയിൽ ലെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. In census survey, a detailed study of all items is not possible when there are
Many items in a sample survey, detailed study of the items is possible as the number of the items selected is not much. സെൻസസ് സർവേയിലെ ഐറ്റംസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണത് നോട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ സാമ്പിൾ സർവേയിൽ ഐറ്റംസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ. തിയറിറ്റിക്കൽ ബേസിസ് ഓഫ് സാമ്പിളിംഗ്. There are two important principles on which the theory of a sampling is based. Principle of static regularity, principle of a inertia of a large numbers. Law of static regularity. This principle is derived from the mathematical theory of a probability. In the word of a king, the law of a static regularity lays down that a moderately large number of items chosen at random from a large group are almost sure on the average to possess the characteristics of the group. In other words, the principle states that if a sample is taken at random from a population, it is likely to possess at most the same characteristics as that of the population. തിയറിറ്റിക്കൽ ബേസിസ് ഓഫ് സാമ്പിൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് പറയണത്. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിക് റെഗുലാരിറ്റിയും പ്രിൻസിപ്പിൾ ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാർജ് നമ്പറും. അതിൽ ഫസ്റ്റത്തേൽ പറയണത് എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് എ പ്രോബബിലിറ്റി എന്നാണ് ഈ തിയറി ഡിറൈവ് ചെയ്തെടുത്താക്കുന്നത്. ദ ലോ ഓഫ് എ റെഗുലാരിറ്റിയിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് ഐറ്റത്തിൽ നിന്നും ഒരു ആവറേജ് ഐറ്റത്തെ ചൂസ് ചെയ്തെടുക്കും. ഈ പ്രിൻസിപ്പിൾ പറയണത് പോപ്പുലേഷനിൽ നിന്ന് എടുക്കണ റാൻഡം സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത ഐറ്റം പോപ്പുലേഷൻ്റെ ആ ക്യാരക്ടർ തന്നെയായിരിക്കും. Law of inertia of large numbers. This principle is corollary to the principle of a static regularity. This law states that large numbers are relatively more stable than small numbers. The difference in a aggregate result is likely to be significant when the size of the sample is large because the variation balance each other. This principle does not state that large numbers do not permit change, but the change would be more regular. Example, the production of wheat in India may vary slightly over the periods of a years, but the total world production of wheat remains relatively stable for a decade. Thus, large number have great inertia. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ ലോ ഓഫ് സ്റ്റാറ്റിക് റെഗുലാരിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഈ പ്രൊസീജിയറിൽ പറയണത് ലാർജ് നമ്പറാണ് കൂടുതൽ സ്റ്റേബിൾ സ്മോൾ നമ്പറിനേക്കാളും. നമ്മൾ എടുക്കുന്ന സാമ്പിൾ ലാർജാണ്. പിന്നെ വേരിയേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്തിരിക്കും പരസ്പരം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ മൊത്തം വീറ്റിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേബിളാണ്. സാമ്പിൾ ഡിസൈൻ. എ സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡിഫിനിറ്റീവ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫോം ഓഫ് ഗിവൻ പോപ്പുലേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ എ റിസർച്ചർ ഫോർ സെലക്ടിങ് ഐറ്റം ഫോർ എ സാമ്പിൾ. Sample design suggests how many items are to be included in a sample. That is, it gives an idea about the size of the sample. There are many sample design. A researcher can choose the appropriate design. സാമ്പിൾ ഡിസൈൻ എന്താണെന്നാണ് പറയണത്. സാമ്പിൾ ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ഡിഫിനിറ്റീവ് പ്ലാനാണ്. തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഡിഫിനിറ്റീവ് പ്ലാനാണ് ഇത്. ഇത് റിസർച്ചേഴ്സിന് ഒരു ഐറ്റത്തിൽ നിന്നും സാമ്പിൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയറാണ്. ഒരു സാമ്പിൾ ഡിസൈൻ തന്നിരിക്കുന്ന സാമ്പിൾ എത്ര ഐറ്റംസ് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറേ സാമ്പിൾ ഡിസൈൻസ് ഉണ്ട്. ഒരു റിസർച്ചർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റെപ്സ് ഇൻ എ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ്റെ സ്റ്റെപ്സ് ആണ് ഇനി പറയണത്. അതിൽ ഫസ്റ്റത്തെ പോയിൻ്റാണ് ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് ദ പോപ്പുലേഷൻ. The first step in developing any sample design is to be clearly definite the universe. The universe can be finite or infinite, existent, real or hypothetical, etc. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയണത് സാമ്പിൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സ് ചിലപ്പോൾ ഫിനിറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആവാം, അല്ലെങ്കിൽ റിയൽ ആവാം, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആവാം. എ പോപ്പുലേഷൻ containing a finite number of items is known as finite population. For example, the students in a college, the population of a city, etc. The other hand, a population having an finite number of objects or with the number of objects so large as to appears practically infinite to is termed as an infinity population. For example, the population
of temperature at a various point of an atmosphere, the population of a stars in the sky, etc. പോപ്പുലേഷനിൽ ഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറയും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോളേജിലെ പിള്ളേരുടെ എണ്ണവും ചെറിയ സിറ്റികളുടെ ആൾക്കാരുടെ എണ്ണവും അതെല്ലാം പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പറ്റണതാണ്. അല്ലാതെ പറയുകയാണെങ്കിൽ ഒരു പോപ്പുലേഷനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറയും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർസ് ഇൻ ദ സ്കൈ, അതിൽ സ്റ്റാർസിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റണവയല്ല. The population consisting of a concrete object is known as existent population. Example, population of a books in a library. On other hand, if the population consists of a imaginary objects, then that it is called a hypothetical population. For instance, the population of the thrones of a die-thrones infinite number of items is a hypothetical population. Second step ആണ് പറയുന്നത് ഡിസൈഡിങ് ദ സാമ്പിൾ യൂണിറ്റ്സ്. Sample units are elementary units which form the basis of a sampling process. Before we proceed to study or select samples, we shall have to decide the sample units. The sample units may be geographical units like a state, a region, a district, a city, etc. Structural units like a building, house, flat, etc. Social groups like a family, a social club, school club, church, etc. and individuals. ഇതിൽ പറയുന്നത് സാമ്പിൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്ററി യൂണിറ്റ്സ് ആണ്. നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാമ്പിൾ യൂണിറ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിരിക്കണം. സാമ്പിൾ യൂണിറ്റ്സ് ചിലപ്പോൾ ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ആവാം, എക്സാമ്പിൾ സ്റ്റേറ്റ്, റിലീജിയൻ എക്സെട്ര. പിന്നെ സ്ട്രക്ചറൽ യൂണിറ്റ് ആവാം, എക്സാമ്പിൾ ബിൽഡിങ്, ഫ്ലാറ്റ് എക്സെട്ര. അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പോ ആവാം. ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് സാമ്പിൾ യൂണിറ്റ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. അടുത്തത് തേർഡ് സ്റ്റെപ്പാണ് പറയുന്നത് സെലക്ടിങ് സാമ്പിളിംഗ് ഫ്രെയിംസ്. എ സാമ്പിളിംഗ് ഫ്രെയിംസ് ഈസ് ദ ലിസ്റ്റ് ഓഫ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിൾ യൂണിറ്റ്സ്. എ റിസർച്ചർ ഹാസ് ടു ബി പ്രിപ്പയർ എ സാമ്പിൾ ഫ്രെയിംസ്. ഇറ്റ് ഈസ് എ ഫോം ദിസ് സാമ്പിളിംഗ് ഫേംസ് ദാറ്റ് ദ ഐറ്റംസ് ആർ സെലക്റ്റഡ് ടു ഫോംസ് ദ സാമ്പിൾ. If the population is a finite, the sample firms may be identical with the population. In most of the cases, it is not identical because it is often impossible is draw a sample directly from a population. It is a constructed by the researcher from the units of a population. സാമ്പിൾ യൂണിറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഐറ്റത്തിനെയാണ് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത്. പോപ്പുലേഷനിൽ ഫിനിറ്റ് ആണെങ്കിൽ സാമ്പിൾ ഫ്രെയിം ഐഡൻറ്റിഫിക്കൽ ആയിരിക്കും. ഈ യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസും സാമ്പിൾ ഫ്രെയിമിൽ ഉണ്ടാവും. ആ ലിസ്റ്റ് എപ്പോഴും അപ് ടു ഡേറ്റും വാലിഡും കംപ്ലീറ്റും ആയിരിക്കും. അടുത്തത് ഫോർത്ത് സ്റ്റെപ്പാണ് പറയുന്നത് ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ്. ഫോർ എ ലോജിക്കൽ ആൻഡ് മീനിങ് ഫുൾ സാമ്പിൾ സർവേ ദ സാമ്പിൾ സൈസ് ഷുഡ് ബി adequate. സോ ദ റിസർച്ചേഴ്സ് ഷുഡ് ഫിക്സ് സാമ്പിൾ സൈസ് ബിഫോർ ദ കണ്ടക്ടിങ് സാമ്പിൾ സർവേ. ഈ സ്റ്റെപ്പിൽ പറയണത് ലോജിക്കലായിട്ടുള്ള സാമ്പിൾ സർവേ ചെയ്യണമെങ്കിൽ സാമ്പിൾ സൈസ് ആഡ്വക്കേറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ചർ സാമ്പിൾ സർവേ കണ്ടെത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാമ്പിൾ സൈസ് ഫിക്സ് ചെയ്തിരിക്കണം. അടുത്തത് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് പറയുന്നത് ഡിറ്റർമൈൻ ദ പാരാമീറ്റേഴ്സ്. While developing a sample design, a researcher has to be considered the parameters of the population also. Parameters may be proportion, average, measures of a variability, etc. The sample design should be so developed that these parameters are properly estimated from the samples. സാമ്പിൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് റിസർച്ചർ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിരിക്കണം. പാരാമീറ്റേഴ്സ് ചിലപ്പോൾ പ്രൊപ്പോർഷൻ ആയിരിക്കാം, വേരിയബിലിറ്റി എന്നിവ ആവാം. അടുത്തത് സിക്സ് സ്റ്റെപ്പാണ് പറയുന്നത് ഫിക്സിംഗ് ദ ഫിനാൻസ് ഫോർ ദ സർവേ. The cost of selection of items will decide the size of the sample and type of the sample. Therefore, the amount available for the conduct of the survey should be fixed before conducting the survey. ഈ സ്റ്റെപ്പിൽ പറയണത് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൈസ്, കോസ്റ്റ് എന്നിവ ഡിസൈഡ് ചെയ്തിരിക്കണം. സാമ്പിൾ സർവേയുടെ എമൗണ്ട് നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അടുത്തത് സെവൻത്ത് പോയിൻ്റാണ് പറയണത് സെലക്ടിങ് എ സാമ്പിളിംഗ് ടെക്നിക്സ്. എ റിസർച്ചർ ഹാസ് ടു യൂസ് എ പ്രോപ്പർ ടെക്നിക്സ് ഇൻ എ സെലക്ടിങ് ദ ഐറ്റംസ് ഫോർ ദ സാമ്പിൾ. There are several sampling techniques available and the researcher should choose that which causes smaller sampling errors for a given sample size and cost.
ഈ പറയണത് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഐറ്റംസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെക്നിക്സുകളെ പറ്റി റിസർച്ചർക്ക് അറിവുണ്ടാവണം. താങ്ക് യു.